എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ ഇഷ്ടിതയുടെയും മഹേഷിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിലൊക്കെ നമ്മൾ കണ്ടു, രജനിയും ആകാശം ചേർന്ന് വലിയ പ്ലാൻ തന്നെയാണ് തയ്യാറാക്കുന്നത് മഹേഷിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. അതിന് ഏറ്റവും വലിയ തുറുപ്പ് ചീട്ടെന്ന് പറഞ്ഞാൽ ആദിത്യനാണ്. ആദിത്യനെ വെച്ചൊരു കളി കളിക്കാൻ തന്നെ തീരുമാനിച്ചു. പോരാത്ത ഇന്ന് ആദിത്യന്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേക്ക് ആദിത്യന് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കണം. അവന്റെ ഇഷ്ടാനുസരണം തന്നെ ബർത്ത്ഡേ ആഘോഷിക്കണം. ആ ഒരു ചിന്തയായിരുന്നു ആകാശിന്റെ രചനയുടെ മനസ്സിലുണ്ടായിരുന്നത്. അത് മാത്രമല്ല, രചനയുടെ മനസ്സിലുള്ള ആഗ്രഹം ഇഷിതേ മഹേഷ് ഒരുമിച്ചു ജീവിക്കരുത്. കാരണം അവർ ജീവിക്കുന്ന കാണുമ്പോൾ ഇഷിതേ മഹേഷിന്റെ ആ ഒരു പ്രണയ രംഗങ്ങളൊക്കെ കണ്ട് അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല രചനയ്ക്ക്. രചന ഇട്ടിട്ട് പോയെങ്കിലും രചനയുടെ മനസ്സിൽ എവിടെയോ മഹേഷ് ഉണ്ടെന്നുള്ള കാര്യം ആകാശിന് മനസ്സിലായി. അല്ലെ, അവൾ ഇത്രമാത്രം ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ? അവര് ജീവിക്കാതിരിക്കോ അത് അവരുടെ ഇഷ്ടമല്ലേ. അപ്പൊ ഇവൾക്ക് അങ്ങനെ ഒരു മനസ്താപം ഉണ്ടാവണമെങ്കിൽ ഇവളുടെ മനസ്സിൽ ഇപ്പോഴും മനസ്സിന്റെ കൂടുതൽ എവിടെയോ മഹേഷ് കാണുമായിരിക്കും. ആ ഒരു ചിന്തയൊക്കെ ആകാശിനും തോന്നുന്നുണ്ട്. ഇവളാള് കൊള്ളാലോ, ആള് കേമിയാണല്ലോ എന്നൊക്കെ ഓർക്കുക. ഇവളുടെ വിചാരം താൻ ഇവളെ അന്ധമായിട്ട് അങ്ങോട്ട് പ്രണയിക്കുന്നുണ്ടെന്നാ. നിനക്കിട്ടുള്ള പണി ഞാൻ പുറകെ തരുന്നുള്ളൂ എന്നൊക്കെ ആകാശ് മനസ്സ് വിചാരിക്കുക. ഈ സമയം രജനി ചോദിച്ചു, ആകാശ് എന്താ ആലോചിക്കണമെന്ന് ചോദിക്കും. അല്ല, ഞാൻ മഹേഷിനെ തകർക്കാനുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുമായിരിക്കും. ഇനിയിപ്പോൾ അവന് CEO പദവി ഉടനെ തന്നെ നഷ്ടമാവും. ആ ഹിന്ദുസ്ഥാൻ കമ്പനി നമ്മളങ്ങോട്ട് വാങ്ങിച്ചെടുക്കുന്നതോട് കൂടിയിട്ട് അത് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുമെന്ന് പറയാണ്. ഇത് കേട്ടതും രചന പറഞ്ഞു, അത് നടക്കുമെന്ന് ചോദിക്കുകയാണ്. എന്തുകൊണ്ട് നടന്നുകൂടാ? അത് ഉറപ്പായിട്ട് നടക്കുന്ന കാര്യമല്ലേന്ന് ചോദിക്കുകയാണ്. നടക്കാതിരിക്കാനായിട്ട് ഒരു വഴിയില്ലല്ലോ എന്ന് പറയണം. പിന്നീട് വിനോദിനെ കാണാൻ തന്നെ മഹേഷ് തീരുമാനിക്കുക. ഇനി അവനെ കാണാതിരുന്നിട്ട് കാര്യമില്ല. തന്റെ കമ്പനിയുടെ കാര്യമാണ്. അവൻ ക്യാബിനറ്റ് മിനിസ്റ്ററെ വിളിച്ച് പറയുവാണെങ്കിൽ ഒരു പക്ഷേങ്കിൽ കമ്പനി ഒരുപാട് കേരള ചാപ്റ്റേഴ്സ് ഒന്നും വിൽക്കത്തില്ല. അപ്പൊ അതിനു വേണ്ടി തന്നെ തീരുമാനിച്ചു. ആരുടെ ഒത്താശയൊന്നും വേണ്ട, തനിക്ക് സ്വന്തമായിട്ട് അവനെ പോയി കാണണം എന്ന് വിചാരിച്ചുകൊണ്ട് വിനോദിനെ കാണാനായിട്ട് മഹേഷ് ചെല്ലുന്നുണ്ട്. അങ്ങനെ വിനോദിനെ വിളിച്ചിട്ടൊക്കെയാണ് മഹേഷ് ചെല്ലുന്നത്. കാരണം വിനോദിന്റെ നമ്പർ മഹേഷിന്റെ കയ്യിലുണ്ടായിരുന്നു. അത് വെച്ചാണ് മഹേഷ് വിളിക്കുന്നത്. അങ്ങനെ കാണണമെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും കാണാമെന്ന് വിനോദ് പറയാം. അങ്ങനെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആകെ ആ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു മഹേഷിന്റെ മനസ്സിൽ. പിന്നീട് വിനോദിനെ കണ്ടതും കെട്ടിപ്പിടിക്കുകയാണ്. വിനോദിന് ഭയങ്കര സന്തോഷമായിപ്പോയി. വിനോദ് അത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല മഹേഷ് ഇത്ര പെട്ടെന്ന് അടുത്തേക്ക് വരുമെന്നോ അല്ലെങ്കിൽ വിനോദമായിട്ട് കൂട്ടാവുന്ന സെറ്റാവുന്ന കാര്യമൊന്നും ഈ പറയുന്ന വിനോദം പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല. പിന്നീട് മഹേഷിനോട് കാര്യങ്ങളൊക്കെ തിരക്കുകയാണ്. വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ മഹേഷ് പറഞ്ഞു, എനിക്ക് നിന്റെ ഒരു സഹായം വേണമെന്ന് പറയണം. സഹായമോ? എന്ത് സഹായം വേണമല്ലോ ഏട്ടനോട് ചോദിക്കാലോ, എന്നെ കൊണ്ട് പറ്റുന്നതാണ് ഞാൻ ചെയ്തു തരാമെന്ന് പറയണം. ആ ഹിന്ദുസ്ഥാൻ കമ്പനി അത് കേരള ചാപ്റ്റേഴ്സ് വിൽക്കാൻ പോവാന്ന് അറിഞ്ഞേ. അപ്പൊ അതെങ്ങനെയാലും ഒന്ന് തടയിടണം. നിനക്കാകുമ്പോൾ ഒത്തിരി രാഷ്ട്രീയ പിൻബലമൊക്കെ ഉള്ളതാണല്ലോ. അത് വെച്ച് ആ ക്യാബിനറ്റ് മിനിസ്റ്ററോടൊന്ന് പറഞ്ഞിട്ട് അതിന് ഒരു കാരണവശാലും അത് ആകാശിന്റെ കൈകളിലെത്താതെ ഒന്ന് തടയിടണമെന്ന് പറയാ. ഇത് കേട്ടപ്പം വിനോദ് പറഞ്ഞു, ഏട്ടൻ എന്നോട് ആദ്യമായിട്ട് ആവശ്യപ്പെടുന്നല്ലേ, ഏട്ടൻ ഒരു കാര്യം പറഞ്ഞ പിന്നെ ഞാനത് സാധിച്ചു തരാതിരിക്കോ? ഉറപ്പായിട്ടും ഞാനിത് പറയാം, ഏട്ടൻ ധൈര്യമായിട്ട് പൊയ്ക്കോളാൻ പറയാണ്. പിന്നീട് മഹേഷ് പറഞ്ഞു, ഈ ഉപകാരം എത്രയാണെന്ന് ഞാൻ മറക്കില്ല എന്ന് പറയാം. എന്തിനാ? എന്നോടൊരു നന്ദി വാക്കിന്റെ കാര്യമൊന്നും ഇല്ലല്ലോ. ഞാന് ഏട്ടന്റെ അനിയനല്ലേ, അതിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയണം. അങ്ങനെ മഹേഷ് സന്തോഷത്തോടുകൂടിയ മടങ്ങണേ. പിന്നീടാണ് ആകാശ് ആ കാര്യങ്ങൾ അറിയണേ. ഹിന്ദുസ്ഥാൻ കമ്പനിയിൽ കേരള ചാപ്റ്റേഴ്സ് ഇപ്പം വിൽക്കുന്നില്ല എന്നുള്ള കാര്യം ഇതറിഞ്ഞു കഴിഞ്ഞപ്പോഴും ഒരു ഞെട്ടലാണ് ആകാശിനുണ്ടാകുന്നത്. അപ്പൊ ആദ്യത്തെ പ്രഹരം കിട്ടിക്കഴിഞ്ഞു. മഹേഷിനിട്ട് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അടി അതായിരുന്നു വിചാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ആകാശ്. പക്ഷെ അവസാനം ആകാശ് ആ തിരിച്ചറിവ് ഉണ്ടാവുകയാണ്. ഇനിയിപ്പൊ അവനെ അത് വെച്ച് നേരിടാനായിട്ട് സാധിക്കില്ല. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് രചന പറഞ്ഞു, എനിക്ക് നല്ല സംശയമുണ്ട്. ആകാശ് എന്ന് പറയാം, എന്ത്? ഇതിന്റെ പിന്നിലെങ്ങാനോ വിനോദുണ്ടോന്നോ? വിനോദോ? അല്ല, വിനോദിനോട് സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ശരിയാ. പക്ഷേങ്കില് അവൻ എന്താ മറുപടി പറഞ്ഞെന്ന് ചോദിക്കാം. സംസാരിക്കാന്ന് പറഞ്ഞു ക്യാബിനറ്റ് മിനിസ്റ്ററോട്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാ ഈ ഹിന്ദുസ്ഥാൻ കമ്പനി ഇപ്പൊ വിൽക്കില്ലെന്നുള്ള തീരുമാനമായത്? അതിന്റെ പിന്നിൽ ആ വിനോദ് പ്രവർത്തിച്ചിട്ടുണ്ടോന്ന്? അല്ല, വിനോദിനെ എത്ര കാലമായിട്ട് ആകാശിന് അറിയാന്ന് ചോദിക്കാം. കുറെ കാലമായിട്ട് അറിയാം. ഇനി വിനോദ് നമ്മളെ ചതിക്കില്ലെന്ന് ഉറപ്പാണല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഏയ്, അങ്ങനെ ചതിക്കാനൊന്നും വഴിയില്ല. പിന്നെ എനിക്ക് കൂടുതലായിട്ട് അറിയത്തില്ല. രചന പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് ചില സംശയങ്ങളൊക്കെ മനസ്സിലേക്ക് തോന്നുവാന്ന് പറയാം. സാരമില്ല, അത് ഏത് വഴി അടി കിട്ടിയെന്ന് ഞാൻ അന്വേഷിച്ചോളാം എന്നൊക്കെ പറയാണ്. ഈ സമയം മഹേഷ് പിന്നീട് ആലോചിക്കുന്ന ആദിത്യനെ കുറിച്ചാണ്. അവന്റെ ബർത്ത്ഡേ ആണ്. ഒരു പക്ഷേങ്കില് എല്ലാ ബർത്ത്ഡേക്കും അവനെക്കുറിച്ച് താൻ ആലോചിക്കാറുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും അവനെ കാണാനായിട്ട് പറ്റിയിട്ടില്ല. ആ ഒരു ടെൻഷൻ മഹേഷിന്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേനാണ് മഹേഷിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. മഹേഷ് എടുത്തു നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അത് ആദിത്യനാണ് വിളിക്കുന്നത്. ഇവനോ?
ഇവനെന്തിനാ വിളിക്കണേ എന്നൊരുത്ത് ഒരു നിമിഷം മഹേഷ് ഒന്ന് ഹല പറഞ്ഞപ്പോൾ മഹേഷ് ഒന്ന് ഞെട്ടി. എത്രയാന്ന് പറഞ്ഞാലും മോന്റെ സ്വരം കേൾക്കുമ്പോൾ അച്ഛനും മനസ്സിലാവാതിരിക്കല്ലോ. പിന്നീട് ആദ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് ഒരു നിമിഷം ഞെട്ടിപ്പോയി. മഹേഷിന് സന്തോഷം തോന്നി. കാരണം അവന് തന്നോട് ഇപ്പോൾ സ്നേഹമുണ്ട്. അതുകൊണ്ടാണ് അവൻ വിളിച്ചിരിക്കുന്നത്. താൻ ഇവിടെ വന്നിട്ടുണ്ട്, താൻ വീട്ടിലുണ്ട്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷിന് സന്തോഷമായി. ഇല്ലെങ്കിൽ പിന്നെ തന്നോട് ഇഷ്ടമില്ലെങ്കിൽ അവൻ ഇങ്ങനെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് മഹേഷ് കോള് കെട്ടിയത്. അപ്പൊ ആരും കാണാതെ ആദ്യത്തെ ഫോൺ എടുത്തിട്ട് മഹേഷിനെ വിളിക്കുന്നത്. ഇന്നെന്റെ ബർത്ത്ഡേ ആന്നൊക്കെ പറഞ്ഞോണ്ട് ഡാഡി വിഷ് ചെയ്യുന്നില്ല എന്നൊക്കെ ചോദിച്ചോണ്ടാ വിളിച്ചേ. പിന്നീട് മഹേഷ് വിഷ് ചെയ്യുന്നുണ്ട്. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷിന് ഒന്ന് തുള്ളിച്ചാടാൻ തോന്നി. അപ്പൊ അവൻ ഇപ്പോഴും തന്നോട് സ്നേഹമുണ്ട്. താൻ വിചാരിച്ചോണ്ടിരുന്നേ തന്നോട് ഒട്ടും സ്നേഹമില്ല, തന്നോട് ദേഷ്യമായിരിക്കും എന്ന് വിചാരിച്ചോണ്ടിരുന്നേ എന്നൊക്കെ മഹേഷ് ഇങ്ങനെ കരുതുവാണ്. പിന്നീട് മഹേഷ് അവിടെ തുള്ളിച്ചാടുന്ന ഡാൻസ് ഒക്കെ കളിക്കാൻ തുടങ്ങി. പാട്ടൊക്കെ മൂളി മഹേഷ് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഇഷിത കയറി വരുന്നേ. ഈ രംഗം കണ്ടതും ഇഷിത ഇതെന്ത് പറ്റി മഹേഷിന്? ആകെപ്പാടൊരു ഇതാണല്ലോ. ചെന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റി? ഒരു ഡാൻസും പാട്ടും ഒക്കെ. ഈ പ്രാവശ്യത്തെ അവാർഡ് കിട്ടുമോന്ന് ചോദിക്കണേ. എന്ത് അവാർഡ്? അല്ല, ഏറ്റവും നല്ല പാട്ടിനുള്ള അവാർഡ്, സിംഗറിനുള്ള അവാർഡ് കിട്ടുമെന്നാ. ഓ, അത് കളിയാക്കിയതല്ലേ നിൽക്കും. കളിയാക്കാനാ ഞാനോ? ഇത്ര നല്ലതായിട്ട് പാട്ട് പാടുന്ന മഹേഷിനെ ഞാൻ ഇതിനെ കളിയാക്കണേ നിൽക്കും. വേണ്ട വേണ്ട, അത്രയ്ക്ക് എന്നെ കളിയാക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞോണ്ട് മഹേഷ് പറയണ. ഈ സമയം ഇഷ്ടത് ചിരിച്ചു. കൊള്ളാം, ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്ന് പറയാം. അതെ, സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ സന്തോഷിക്കണ്ടേ? നമുക്ക് പിന്നെ കരയാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ഇഷിത പറഞ്ഞു നടക്കട്ടെ എന്ന് പറഞ്ഞ് ഇഷിത അങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് ഇഷിത ചിപ്പിമോളെ സ്കൂളിൽ വിടാനായിട്ട് പോയി ഒരുക്കുകയാണ്. അപ്പോൾ ഒരുക്കണ സമയത്ത് ചിപ്പിമോൾ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇഷിതയോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനെല്ലാം മറുപടി പറഞ്ഞു. പിന്നീട് ചിപ്പിമോൾ പറഞ്ഞു, അതെ, ഈ സൺഡേ നമുക്ക് പുറത്ത് പിക്നിക്കിന് പോയാലെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോൾ ഇഷിത ചോദിച്ചു, അതെന്താ? അല്ല, കുറച്ച് ദിവസമായില്ലേ ഡാഡി അമ്മയൊക്കെ ആയിട്ട് നമ്മൾ പുറത്തു പോയിട്ട്. ആയിക്കോട്ടെ, നമുക്ക് ഡാഡിയോട് പറയാന്ന് പറയാ. പിന്നീട് ചിപ്പിമോള് പറഞ്ഞു, അതെ, സ്കൂളിലെ ബെസ്റ്റ് സ്റ്റുഡന്റ് അവാർഡ് കിട്ടിയതുകൊണ്ട് ഇപ്പൊ എല്ലാ കുട്ടികൾക്കും എന്നോട് ഭയങ്കര സ്നേഹമാ എന്നൊക്കെ പറയണ്ട. അതെ, സ്നേഹമൊക്കെ കാര്യം തന്നെ. പക്ഷെ അതിന്റെ പേരില് വലിയ ജാടി എടുക്കാനൊന്നും പോയേക്കില്ല കേട്ടോ. എല്ലാവരും ഒരേപോലെ പെരുമാറണം അങ്ങനെയൊക്കെ പറഞ്ഞൊരു ക്ലാസ് തന്നെ, ഉപദേശം തന്നെ കൊടുക്കുന്നുണ്ട് ചിപ്പിമോൾക്ക്. ഇത് കേട്ടപ്പോൾ ചിപ്പിമോള് പറഞ്ഞു, അമ്മ എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളല്ലേ, അതുകൊണ്ട് ഞാൻ എല്ലാവരോടും സംസാരിക്കുക എല്ലാം ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയണം. അങ്ങനെ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് ചിപ്പിമോളെ സ്കൂളിലേക്ക് വിടാനായിട്ട് ഒരുക്കണേ. അങ്ങനെ റെഡിയായി കഴിഞ്ഞിട്ട് ഫുഡ് എടുത്ത് കൊടുക്കാനായിട്ട് ഇഷിത വരുവാണ്. അങ്ങനെ ഫുഡ് വിളമ്പി കൊടുത്ത് ചിപ്പിമോളോട് തന്നെ ഫുഡ് കഴിക്കാൻ പറയണം. അങ്ങനെ ചിപ്പി ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഈ സമയത്ത് ചിപ്പിമോൾ പറഞ്ഞു, അതെ, എൻ്റെ ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും അനിയനും ചേട്ടനും ഒക്കെ ഉണ്ട്. അതെന്താ അച്ഛമ്മേ, എനിക്ക് മാത്രം ചേട്ടനും അനിയൊന്നും ഇല്ലാത്തതിന് ചോദിക്കുക. ഇത് കേട്ടതും പെട്ടെന്ന് ഒരു ഞെട്ടലോട് കൂടിയിട്ട് സ്വപ്നവല്ലിയും രാമനാഥനെ നോക്കുകയാണ്. രാമനാഥനെ നോക്കി എന്താ മറുപടി പറയേണ്ടതെന്ന് അറിയത്തില്ല. ആ സമയം ഇഷിത പറഞ്ഞു, ഇതേ ചോദ്യം തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രിയിൽ. ഇവൾക്കൊരു ചേട്ടനോ അനിയനോ ആരെങ്കിലും വേണോ എന്നുള്ള കാര്യം. ഇവൾക്ക് ചേട്ടൻ വേണം അല്ല അനിയൻ വേണമെന്ന് പോലെ ഒരേ നിർബന്ധമാണ്. ഞാൻ എന്ത് പറയാനാ, എനിക്ക് അതിന് ഉത്തരവില്ലായിരുന്നു പറയണ. ഇത് കേട്ടതും സ്വപ്നവല്ലി പറഞ്ഞു, അതെ, മോൾക്ക് അധികം വൈകാതെ അനിയനും അനിയത്തിയൊക്കെ ഉണ്ടാവുമെന്ന് പറയാം. അതെപ്പോഴാ അച്ഛമ്മ ഉണ്ടാവുന്നതെന്ന് ചോദിക്കുക. അത് എപ്പോഴൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയാം. അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ, വേറൊന്നും പറയാൻ പറ്റുമോ? പിന്നീട് ചിപ്പിമോളെ റെഡിയാക്കി ഇഷിത സ്കൂളിലേക്ക് കൊണ്ട് പറഞ്ഞു വിടുന്നുണ്ട്. ഈ സമയത്ത് മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നത് അവരുടെ അടുത്തേക്ക് വരുവാണ്. പിന്നീട് മഹേഷിനോട് ചിപ്പിമോള് പറഞ്ഞ കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് പറഞ്ഞു, ഒരു പക്ഷേ ചിപ്പിമോൾക്ക് അറിയത്തില്ല അവൾക്കൊരു ചേട്ടൻ ഉണ്ടെന്നുള്ള കാര്യം. അവളുടെ മനസ്സിൽ അങ്ങനെ ഒരു കാര്യമില്ലെന്ന് പറയണം. ആ സമയം രാമനാഥൻ പറഞ്ഞു, അത് ശരിയാ, ഒരു പക്ഷേങ്കിൽ ചിപ്പിമോളുടെ മനസ്സിലെ ആഗ്രഹം ആദ്യത്തിന് ഇങ്ങോട്ട് വരുമായിരുന്നെങ്കിൽ അവൾക്ക് ഭയങ്കര സന്തോഷമാണെന്ന് പറയണം. അത് കേട്ട സ്വപ്നവല്ലി പറഞ്ഞു, അത് ശരിയാ, പക്ഷെ മഹേഷ് പറഞ്ഞു, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇഷിത പിന്നെ ഇവിടെ നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇഷിത മിക്കവാറും ആ സമയം തന്നെ പോകും. ഇത്രയും കാലം നമ്മൾ ഇഷിതയോട് ആ കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുകയല്ലേ ചെയ്തേ. ഇഷിതയ്ക്ക് അത് സഹിക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് ചോദിക്കുക. അത് ശരിയാ, പക്ഷേങ്കിൽ എന്ന് പറഞ്ഞോട് നമുക്ക് നമ്മുടെ മോനെ കളയാൻ പറ്റുമോ എന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പം മഹേഷ് പറഞ്ഞു, അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ആദ്യം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പറയും. എന്നിട്ടോ എന്താ പറഞ്ഞേ? ആകെപ്പാടൊരു ടെൻഷനും വല്ലാത്തൊരു വെപ്രാളും ഒക്കെ ആയിപ്പോയി സ്വപ്നവലിക്ക്. എന്നിട്ട് എന്നെക്കുറിച്ചൊക്കെ ചോദിച്ചാ എന്താ പറഞ്ഞെന്ന് ചോദിക്കാം. അവനവിടെ രചനയുടെ അടുത്ത് വന്നിട്ടുണ്ട്, അവിടുന്ന് എന്നെ വിളിച്ച പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു, അധികം ഒന്നും സംസാരിച്ചില്ലെന്ന് പറയാണ്. അത് കേട്ടതും സ്വപ്നവല്ലി പറഞ്ഞു, എനിക്കിനും മോനെ കാണാൻ തോന്നുന്നുണ്ട്, കൊതിയാവുന്നുണ്ട്, എന്നെ അടുത്ത് കൊണ്ടുപോകാന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോഴും മഹേഷ് നല്ല കഥയെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യമാണെന്ന് ചോദിക്കാം. അവനെ മിക്കവാറും ഇവിടുത്തെ സ്കൂളിൽ നിർത്താനായിരിക്കും, സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കാനായിരിക്കും. അങ്ങനെയാണ്, കുഴപ്പമില്ലമ്മേ, നമുക്ക് ഇടയ്ക്ക് എപ്പോഴേലും അവനെ കാണാന്ന് പറയാ. ഇത് കേട്ട രാമനാഥൻ പറഞ്ഞു, എനിക്കും കാണണമെന്ന് ആഗ്രഹമുണ്ട്, എത്ര നാളായാലേ അവനെ കണ്ടിട്ട്.
ഒരു പക്ഷേ ഈ കാര്യങ്ങളൊക്കെ അറിയുമ്പം ഇഷിതയുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നൊക്കെ മഹേഷിനോട് ചോദിക്കുന്നുണ്ട്. മഹേഷ് പറഞ്ഞു, അതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ലാത്ത ആ കാര്യത്തിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.